നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെയാണ് നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ആക്കി വളർത്തി വലുതാക്കി എടുക്കേണ്ടത്. തീർച്ചയായിട്ടും കുട്ടികളെ വളർത്തി വലുതാക്കേണ്ടത് പേരൻസിൻ്റെ മാത്രം കടമയല്ല, തീർച്ചയായിട്ടും അധ്യാപകരുടെയും അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയും ഒക്കെ ആവശ്യകതയാണ്. അതിനുവേണ്ടി കുട്ടികൾ കളിച്ച് പഠിച്ച് വളരേണ്ടത് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ പഠിക്കുവാനായിട്ട് നല്ല രീതിയിൽ ഒരുപാട് സ്പേസുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അവൈലബിൾ ആണ്. പക്ഷേ കളിക്കുവാനോ നല്ല കളിസ്ഥലങ്ങൾ ഇപ്പോൾ കുട്ടികൾക്കുണ്ടോ? നല്ല കളിക്കുവാനുള്ള സാഹചര്യം കുട്ടികൾക്കുണ്ടോ? തീർച്ചയായിട്ടും ഉള്ളതൊന്നും പോരാ, ഇനിയും ഒരുപാട് ആവശ്യമാണ് നമ്മുടെ നാട്ടിലേക്ക്. അതേകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല രീതിയിൽ കളിക്കുവാനായിട്ട് കളിക്കളം ഒരുക്കിയെടുക്കുന്ന നല്ലൊരു കമ്പനിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും രക്ഷിതാക്കൾക്ക് മാത്രമല്ല, തീർച്ചയായിട്ടും ബിസിനസ് ഓണേഴ്സിനും അതേപോലെ തന്നെ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും ഒക്കെ ആവശ്യമായിട്ട് വരും ഈ ഒരു കമ്പനിയെ. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളുക. സ്റ്റാർട്ടഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, തീർച്ചയായിട്ടും വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ നമ്മുടെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കേണ്ട. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു കമ്പനിയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. നമ്മളിതാ ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിന്റെ കമ്പനിയുമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യം പേര് പറഞ്ഞോളൂ. യഹിയ 2222 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പേരാണ് കേട്ടോ. അതായത് കുട്ടികൾക്കുള്ള ഈ കളിക്കളം ഒരുക്കിയെടുക്കുന്ന സ്ഥാപനം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം മലപ്പുറത്ത് വൈബ് ലാൻഡ് ഫാമിലി പൂൾ അല്ലേ? വൈബ് ലാൻഡ് ഇത് ഇവരുടെ പാർക്കാണോ അല്ലേ? ഇവര് കുട്ടികൾക്ക് പാരന്റ്സിനും കൂടെ എന്റർടൈൻമെന്റ് ഉള്ള ഒരു പാർക്കായിട്ട് ഞങ്ങളൊരു 2 വർഷം മുമ്പ് സെറ്റ് ചെയ്ത് കൊടുത്തു. 2 വർഷമായി ഇവിടെ ഇവിടെ അങ്ങോട്ട് നോക്കിയേ, കുട്ടികൾക്ക് കളിക്കാനുള്ള സാമഗ്രികളാണ് ഇവിടെ മുഴുവൻ കേട്ടോ. വലിയ കുട്ടികൾക്കല്ല, കൊച്ചു കുട്ടികൾക്ക്. എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത് ഒരു LKG പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ കളിക്കാൻ വരും അല്ലേ? അപ്പോൾ LKG മുതൽ എത്രാം ക്ലാസ് വരെ? ഒരു 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇവിടെ സുഖമായിട്ട് കളിച്ചിട്ട് പോകാം അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് LKG മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ കളിക്കാൻ പാകത്തിനുള്ള ഒരു പ്ലേ ഏരിയ ആണ് നമ്മളിപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഇതിനകത്ത് പൂള് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇല്ല, പൂള് ഞങ്ങൾ പുറത്ത് ചെയ്യിച്ചത്. ഞങ്ങൾ പ്ലേ എക്യുപ്മെന്റ് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. പ്ലേ എക്യുപ്മെന്റ്സ് മാത്രമാണ് നിങ്ങളിപ്പോൾ ഇവർക്ക് വേണ്ടി ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ 22നെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് അറിയേണ്ട കുറച്ച് കാര്യം ജനങ്ങൾക്ക് പറയാം. 22 എവിടെയുള്ള കമ്പനിയാണ്? 22 ഇപ്പോൾ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടാണ് കമ്പനി ഉള്ളത്. ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടാണ്. ഞങ്ങള് കണ്ണൂരുണ്ട്, ഇതിന്റെ ബ്രാഞ്ചസ് ഉണ്ട്, കാലിക്കറ്റുണ്ട്. അപ്പൊ നിങ്ങൾ നോർത്ത് കേരള മാത്രമാണ്? നിങ്ങൾ തിരുവനന്തപുരത്തൊക്കെ സർവീസ് കൊടുക്കുമോ? ഞങ്ങൾ ഓൾ ഓവർ ഇന്ത്യ സർവീസ് ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ചെയ്യുന്ന സ്ഥലം എനിക്കറിയാം, എങ്കിലും നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. അപ്പോൾ ഞാൻ 22 എക്യുപ്മെന്റ് എങ്ങനെയാണ്? 22 പ്ലേ എക്യുപ്മെന്റ്. ഓക്കെ, 22 പ്ലേ എക്യുപ്മെന്റ്. ഈ ഒരു സ്ഥാപനം, അതായത് പ്ലേ എക്യുപ്മെന്റ്, ഇപ്പൊ ഊഞ്ഞാലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിനടുത്ത് വെൽഡിംഗ് വർക്ക്ഷോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവിടെ കൊടുത്താലും ഞങ്ങൾക്ക് ഈ സാധനം ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെ എന്തിന് നിങ്ങളെ പോലുള്ള ഒരു സ്ഥാപനത്തിന് അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതാണ് റോൾ അവിടെയാണ്. എന്തുകൊണ്ട് ഇതൊരു ബ്രാൻഡഡ് സാധനം ഉപയോഗിക്കണം? ഞാൻ കാണിച്ചു പറഞ്ഞു. എന്തുകൊണ്ട് ബ്രാൻഡഡ് സാധനം ഉപയോഗിക്കണം എന്നാണ് പുള്ളി പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക്, ഇത് LLDP വെർജിൻ പ്ലാസ്റ്റിക്. അതേപോലെ തന്നെ പൈപ്പുകൾ എല്ലാ GI തിക്നെസ് ഉള്ള പൈപ്പുകളാണ്. GI തിക്നെസ് ഉള്ള പൈപ്പുകളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ പെയിന്റിങ്, പൗഡർ കോട്ടിംഗ് പെയിന്റിംഗ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഇതില് വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലേസർ പഞ്ചിങ് ഹോൾ ചെയ്തിട്ടുണ്ട്. ഇതിന് ഉള്ളിലായിട്ട് ലേസർ പഞ്ചിങ് ഹോൾസ് ആണ്. അതാകുമ്പം മഴ, ഇത് ഔട്ട്ഡോർ വെച്ചേക്കുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോൾ വെള്ളം എപ്പോഴും വന്നു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളം വന്ന് നിൽക്കുമ്പോൾ വെള്ളം കെട്ടിക്കിടക്കാതെ തീർച്ചയായിട്ടും വെള്ളം താഴേക്ക് പോകണം അല്ലേ? വെള്ളം താഴേക്ക് പോകണം, വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. അപ്പൊ അതിനു വേണ്ടി ഷീറ്റ് ഉപയോഗിച്ചത് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇപ്പൊ മാരിഗോ ഉണ്ട്. ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ മാരിഗോ അല്ലേ? മാരിഗോ ഉണ്ട്. ഈ സാധനം ഇത് നമ്മൾ കുട്ടിക്കാലത്ത് നമ്മളെല്ലാം കയറി ഇരുന്ന് കറങ്ങി. ഇതിപ്പോ എന്നെ പോലെ അത്യാവശ്യം 100 കിലോ ഒക്കെ ഉള്ള ആളുകള്, നിങ്ങളെ പോലെ 5 പേര് 10 പേര് ഒരു കുഴപ്പമില്ല. നമുക്ക് കയറി ഇരുന്ന് കറങ്ങാട്ടോ. അപ്പോ ഈ സാധനമൊക്കെ ചെയ്യുമ്പോ തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്നത് ബോൾ ബാരിംഗ് ഉപയോഗിച്ചത് മൊത്തം കറങ്ങുന്നത്. ഇതിന്റെ അകത്തൊക്കെ ബോൾ ബാരിംഗ് ഉണ്ട്, അത് വെച്ചത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ എത്ര വർഷം കഴിഞ്ഞാലും ഇതിന്റെ കറക്കം വളരെ സ്മൂത്ത് ആയിട്ടായിരിക്കും. ഒന്നും ഒരു ഒച്ച പോലും വേണമെങ്കിൽ നമുക്ക് കറക്കി നോക്കാം. നിങ്ങൾ എവിടെ ഇരുന്നു? ഞാനിരിക്കാം.
തല ഇറങ്ങല്ല. അയ്യോ പണ്ട് കുഞ്ഞായിരുന്നു കളിച്ചാ. ശരിയാ, സൗണ്ട് ഒന്നും ഇല്ല കേട്ടോ. അയ്യോ 2 വർഷമായതാ. അയ്യോ പിടിച്ചു നിർത്തിക്കോ. കൂടുതൽ ഇറങ്ങാൻ തല ഇറങ്ങിപ്പോ. അത് കൂടുതൽ ഇറക്കാൻ പാടില്ല. അല്ല ശരിയാ, സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല സാറിന്. നമ്മള് 2 വർഷമായി ഫിറ്റ് ചെയ്തിട്ട് 2 വർഷമായിട്ടുള്ള സാധനം അപ്പൊ പുത്തം പോലെ ഉണ്ട്. അന്നും കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. കുട്ടികൾ പിടിച്ച് പെയിന്റ് ഒക്കെ അത്യാവശ്യം ടച്ച് ചെയ്തെടുത്ത് പെയിന്റ് പോയിട്ടുണ്ടെന്നുള്ളൂ. അതെന്തായാലും കുട്ടികളല്ലേ, എന്തായാലും അവര് കളിച്ച് ഇതിനകത്ത് പോറലുണ്ടാക്കും. പക്ഷെ എന്നെ ആകർഷിച്ചാണ് ഇതിനകത്ത് സൗണ്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള. ഒരു സൗണ്ടും ഇല്ല, ഒരു സൗണ്ടും ഇല്ല, വളരെ ശകലം പോലും സൗണ്ട് ഇല്ല. സാറിന് ഇതിൽ കിറോ കിറോ എന്നുള്ള സൗണ്ടാണ് ഇത് കറക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്നത്. അയ്യോ ഇനി കറക്കല്ലേ. അപ്പം അവിടെയാണ് ബ്രാൻഡിന്റെ ആവശ്യകത അല്ലേ. ഇത് വേണമെങ്കിൽ ഇപ്പൊ സാധാരണ ഇതിൽ ഇപ്പൊ ഒരു ഓർഡർ നിങ്ങൾ ഓർഡർ എടുക്കുമ്പോൾ പിക്ചർ കാണിച്ചിട്ട് ആൾക്കാർ ഓർഡർ എടുക്കാം. ഇതിനകത്ത് എന്ത് മെറ്റീരിയൽ ഉപയോഗിക്കുന്നു, ഇതിനകത്ത് അകത്തെന്താ കിടക്കുന്നത്, ബോൾ ബാരിംഗ് ഉണ്ട്, ഇത് 2 പൈപ്പ് വെൽഡ് ചെയ്താൽ സംഗതിയാകും. ശരിയാ, അടുത്തുള്ള വെൽഡിംഗ് വർക്ക്ഷോപ്പുകാരുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം ഉണ്ടാക്കി തരാൻ പറ്റും. പക്ഷെ പ്രോപ്പറായിട്ട് ബ്രാൻഡഡ് ആയിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 1-2 വർഷം ആയാലും കംപ്ലൈന്റ് ആകാത്ത തരത്തിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ പോലൊരു കമ്പനിക്ക് സാധിക്കത്തുള്ളൂ. ഇതിപ്പോ ഇനിയിപ്പോ എന്തെങ്കിലും കാരണം ഇവിടെ ഒരു ബിൽഡിംഗ് പണിയുന്നു, ഇത് മാറ്റി റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഒന്നും പണിത് കുറച്ച് നെറ്റ് ബോൾട്ട് അയച്ചിട്ട് നമുക്ക് എടുത്ത് വേറെ സ്ഥലത്തേക്ക് റീസെറ്റ് ചെയ്ത് കൊടുക്കാം. 10 വർഷമായ ഒരു സ്ഥാപനത്തിൽ സ്കൂളിൽ ഈ സാധനങ്ങൾ തന്നെ മാറ്റി ചെയ്ത് കൊടുക്കും. സ്കൂളിൽ മാറ്റി ചെയ്ത് കൊടുക്കും. അപ്പോ ഇത് സത്യം പറഞ്ഞാൽ സ്കൂളുകൾക്കാണോ മെയിൻ ആയിട്ട് ആവശ്യകതയുള്ളത്? ഇത് സ്കൂളുകൾക്ക് മാത്രമല്ല, റിസോർട്ട്, റെസ്റ്റോറന്റ്, ബിസിനസ്സുകാർക്ക്, ജ്വല്ലേഴ്സിലൊക്കെ ഉപയോഗിക്കുന്ന ഇൻഡോർ പ്ലേ എക്യുപ്മെന്റ് വേറെ തന്നെ സെഗ്മെന്റ് ഉണ്ട്. നിങ്ങൾ ഇതിപ്പോ നമ്മൾ കണ്ടത് ഔട്ട്ഡോർ മാത്രമാണ്. ഇത് ഔട്ട്ഡോർ മാത്രമാണ്. ഇനി ഔട്ട്ഡോർ അല്ല, ഇൻഡോറിലും നമുക്ക് ഈ ഒരു സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? അങ്ങനെയല്ലേ പറയാം. ഇൻഡോറും ചെയ്യാം, ഇൻഡോറും ഔട്ട്ഡോറും ഉണ്ട്. രണ്ട് സെപ്പറേറ്റ് ഉണ്ട്. 2 സെപ്പറേറ്റ് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഞാനിപ്പോ ഒരു ബിസിനസ് ഓണറാണ്, എനിക്കൊരു ഷോപ്പുണ്ട്. അപ്പോൾ എൻ്റെ ഷോപ്പ് ഒരു 1000 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. എനിക്ക് ഇവിടെ ഒരു പ്ലേ സ്പേസ്, കാരണം ഇന്ന് നമ്മളൊരു ഷോപ്പിൽ പോയ, ഞാനും ഒരു പേരൻ്റ് ആണ്. അപ്പോൾ എനിക്കും 5 വയസ്സായുള്ള ഒരു മോളുണ്ട്. ഞാൻ ഇവളെയും കൊണ്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇവളാണ് സത്യം പറഞ്ഞാൽ ഞാൻ എവിടെ നിൽക്കണം, അല്ലെങ്കിൽ ഞാനും വൈഫ് എന്ത് പർച്ചേസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന അൾട്ടിമേറ്റ് നമ്മുടെ കുട്ടിയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കടയിലോട്ട് കയറുമ്പോഴേക്കും ഇവളൊന്ന് കരയുന്നത്, അല്ലെങ്കിൽ ഇവൾക്ക് അത് വേണം ഇത് വേണം എന്നുണ്ടെങ്കിൽ ഇവള് വാശി പിടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. സ്വാഭാവികമായിട്ടും ഇപ്പൊ ഒരു ജ്വല്ലറൊക്കെ ആണെങ്കിൽ നമ്മൾ മണിക്കൂറുകൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതെ, ആ സമയം അതോടെ ഞാൻ പറഞ്ഞ 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഷോപ്പാണെങ്കിൽ കുട്ടികളെ ഇങ്ങനെ എൻഗേജ് ആക്കാൻ അവിടെ എത്രത്തോളം സ്പേസ് അവിടെ ഒരു 50 സ്ക്വയർ ഫീറ്റിലായി നമുക്ക് ചെയ്യാം. ഒരു 100 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ കുട്ടികൾ ചെറിയൊരു ബോൾ പൂള് ചെയ്ത് കൊടുത്താൽ പോലും ഏകദേശം ഒരു 15,000 20,000 ചെറിയൊരു മിനി പ്ലേ ഏരിയ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം. 25,000 രൂപ ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം. ഞങ്ങൾ 25,000-ന് 25 ലക്ഷത്തിന് ചെയ്യാം. നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്യാൻ പറ്റും. അല്ല, തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞാൽ വളരെ അനിവാര്യം കേട്ടോ. കാരണം പേരൻസുമായിട്ട് വരുന്ന വേറെ കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ബിസിനസ് കൺവേർട്ട് ചെയ്യുന്നത് ഫാമിലി ആയിട്ട് കയറി വരുന്ന ബിസിനസ്സുകളാണ് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഓട്ടോമൊബൈൽ സെയിൽസിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ കാറിന്റെ ഷോറൂമിൽ നിൽക്കുന്ന സമയത്ത് വൈകുന്നേരം സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിരുന്നു ഞാനൊക്കെ. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഷോറൂമിൽ നിൽക്കാൻ അടിയാ ഈ ഒരു 6 മണി 7 മണി കഴിയുമ്പോൾ. അപ്പോഴാണ് ഫാമിലീസ് വരിക. ഫാമിലീസ് വരുന്നത് കഴിഞ്ഞാൽ അവിടെ സെയിൽസ് കൺവേർഷൻ ഭയങ്കര വലുതാണ്. ഫാമിലി ആയിട്ട് വന്നു അവർ ഇഷ്ടപ്പെട്ട സ്പോട്ടിലാണ് ഡിസിഷൻസ്. പക്ഷെ ഫാമിലി ആയിട്ട് വരുന്ന സമയത്ത് അവിടെ കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ ആ കുട്ടിയെ അങ്ങ് എൻഗേജ്ഡ് ആക്കും. ആ കുട്ടിയെ കളിപ്പിക്കാൻ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ തന്നെ ആ സെയിലിനെ നമുക്ക് കൺവേർട്ട് ആക്കാൻ പറ്റുന്നുള്ളൂ. കാരണം കുട്ടി കംഫർട്ടാണ്, അച്ഛനമ്മമാർക്ക് ടെൻഷൻ ഇല്ല. അവർ നേരെ വന്ന പരിപാടി എന്താണോ ഇവിടെ കംഫർട്ടാണ്, കുട്ടി ഓക്കെയാണ്, പെട്ടെന്ന് എന്താണോ വന്ന കാര്യം അത് സാധിക്കുക എന്നുള്ളതാണ്. അതെ, കുട്ടികളെ അവിടെ ഒരു പാർക്ക് ചെയ്യാൻ ഒരു പ്ലേ ഏരിയ ഉണ്ടെങ്കിൽ കുട്ടികളെ സാറ്റിസ്ഫൈഡ്, പാരന്റ്സ് ഫ്രീ മൈൻഡിൽ നിങ്ങളോട് എത്ര സമയം വേണമെങ്കിൽ സംസാരിച്ചിരിക്കാൻ പറ്റും. അതല്ലെങ്കിൽ കുട്ടി കരയുമ്പോൾ നമ്മൾ അൾട്ടിമേറ്റ്ലി ജീവിക്കുന്നതാണ് കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ കുട്ടികൾ കരഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അന്നേരം ഡിസ്കംഫർട്ട് ആവും, അന്നേരം നമ്മളുടെ മൈൻഡ് മാറും, നമ്മൾ അന്നേരം അവിടുന്ന് പോകും. പിന്നെ അത് മാത്രല്ല, കുട്ടികൾ നിങ്ങളുടെ പുതിയ വണ്ടിയിലൊക്കെ കയറി പിടിക്കുമ്പോ നിങ്ങൾ പറയില്ല, നിങ്ങളുടെ മൈൻഡ് ഒന്ന് തീർച്ചയായിട്ടും. അല്ല, ഇതിപ്പോ ഞാൻ ഇപ്പം പറഞ്ഞ ഓട്ടോമൊബൈൽ കമ്പനികളുടെ കാര്യം മാത്രമാണ്. ഇനി ഇതേപോലെ തന്നെ ജുവല്ലേഴ്സ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു ജുവല്ലറിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കുട്ടികൾക്ക് കണ്ണാടിച്ചിലിനകത്ത് ഒരുപാട് ആഭരണങ്ങൾ ഇരിക്കുന്നുണ്ടാവും. കുട്ടി അതേ കയറി പിടിക്കാൻ നോക്കും, അല്ലെങ്കിൽ എടുത്തു വെച്ചേക്കുന്ന ട്രേകളിൽ പിടിക്കും. അപ്പൊ അവർക്ക് തന്നെ ഒരു ചിലപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കുട്ടികൾ എവിടെയുണ്ട് അവിടെ ഒരു പ്ലേ ഏരിയ മസ്റ്റാണ്. കുട്ടികളുടെ പ്രസൻസ് നിങ്ങളുടെ ബിസിനസ്സിലുണ്ടോ അവിടെ പ്ലേ ഏരിയ മസ്റ്റ്. ഇപ്പൊ റെസ്റ്റോറന്റ് ബിസിനസ്സിലാണെങ്കിലും കുട്ടികളുടെ ഡിസിഷൻ മേക്കണം. എവിടെ ഫുഡ് കഴിക്കണോ, എല്ലാവരും വീക്കിലി ഒരു പ്രാവശ്യം പുറത്തു പോകും. അപ്പൊ ഒരു ഫുഡ് കഴിക്കുന്ന ഇന്ന റെസ്റ്റോറന്റ് കുട്ടികളെ സംബന്ധിച്ചാൽ നല്ലൊരു പ്ലേ ഏരിയ ഉണ്ടെങ്കിൽ കുട്ടികൾ അവിടത്തേക്ക് പോകാന്നേ പറയുന്നു. അവർക്ക് ഫുഡിനേക്കാളും പ്രാധാന്യം അവരെ കളിയാണ്. സത്യം, കുട്ടികൾ കളിച്ച് തന്നെയാണ് വളരാൻ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കുട്ടികൾ കളിച്ചതാണ്. ഞങ്ങൾക്ക് പിന്നിൽ കാണാൻ കുട്ടികൾ നല്ല രീതിയിൽ കളിച്ച് വളരുന്നത്.
അപ്പോൾ കുട്ടികൾ ഇങ്ങനെ കളിക്കുക തന്നെ വേണം, കളിച്ച് തന്നെ വേണം അവർ വളരാൻ. പഠിക്കുന്നതിനോടൊപ്പം തന്നെ എനിക്ക് ഒന്ന് തുല്യ പ്രാധാന്യം കളിച്ച് വളർന്നതിലും ഉണ്ടല്ലേ. അപ്പോൾ കളിക്കുന്ന എൻവയോൺമെന്റും അതേപോലെ തന്നെ നന്നായിരിക്കണം. അപ്പോൾ അതേപോലെ തന്നെ ഈ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ഇതിനകത്തൊക്കെ ഇതേപോലെ തന്നെ ഒരുപാട് വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇനി ഞാൻ ചോദിക്കുന്ന അടുത്ത ചോദ്യം, നേരത്തെ നിങ്ങൾ പറഞ്ഞു 25,000 രൂപ മുതൽ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 25,000 രൂപയ്ക്കുള്ള സാധനം നിങ്ങൾ റെഡിമെയ്ഡ് ആയിരിക്കുമോ? റെഡിമെയ്ഡ് നമുക്ക് എവിടെ വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. ഇൻഡോർ പ്ലേ എക്യുപ്മെന്റ് നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാം. ഞങ്ങളുടെ ഹെൽപ്പ് ഒന്നും വേണ്ട, നിങ്ങൾക്ക് തന്നെ മാറ്റി ഫിറ്റ് ചെയ്യാവുന്നത്. ഔട്ട്ഡോർ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ ഹെൽപ്പ് കൊണ്ട് വരും. അതൊരു കോൾ ചെയ്താൽ മതി, ഞങ്ങളുടെ ടീം വന്ന് നിങ്ങൾക്ക് എപ്പോഴാന്ന് വെച്ചാൽ അത് റീപ്ലേസ് ചെയ്യും. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഈ നിങ്ങൾ എല്ലാ സാധന സാമഗ്രികൾക്കും കംപ്ലൈന്റുകൾ ഉണ്ടാവും. ഭായി ഞാൻ ചോദിക്കുന്നുള്ളൂ പോലെ ഏത് സാധനം നമ്മളിനി എന്തൊക്കെ സാധനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലും പൊട്ടും പൊടിയും കംപ്ലൈൻസ് ആണ്, നിങ്ങളുടെ സർവീസ് അവൈലബിൾ ആയിരിക്കുമോ? ഞങ്ങളുടെ ഈ ഔട്ട്ഡോറിന് ഇതിനൊക്കെ 3 വർഷം വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 3 വർഷം വരെ വാറണ്ടി. ഇനി 10 വർഷമായി കഴിഞ്ഞാലും നിങ്ങൾ അതിന്റെ ഒരു സർവീസ് ചാർജ് മാത്രം നിന്നാൽ മതി. എന്തെങ്കിലും ഒരു പാർട്സ് പൊട്ടി ആ പാർട്സ് മാത്രം റിമൂവ് ചെയ്താൽ മതി. എന്തെങ്കിലും അങ്ങനെ ബൈ ചാൻസിൽ വരികയാണെങ്കിൽ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ, എത്ര വർഷമായാലും 10 വർഷമായാലും 15 വർഷമായാലും, ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഞങ്ങൾ പാർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു സ്കൂൾ സെറ്റ് ചെയ്യുമ്പോൾ ആ പാർക്ക് അവിടെ ഒരു 10-15 വർഷം നിൽക്കും. ആ കുട്ടി ഇതുവരെ ജനിച്ചിട്ടില്ല. അവിടെ കളിക്കേണ്ട കുട്ടി ജനിച്ചിട്ടില്ല. അതിനെപ്പറ്റി അവർ പ്ലാൻ പോലും ചെയ്തിട്ടുണ്ടാവില്ല, കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ സ്കൂളുകളിലും പലയിടത്തും സ്കൂളുകളിൽ ഈ പറഞ്ഞ പോലെ പ്ലേ ഏരിയകളൊക്കെ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ക്വാളിറ്റിയിലാണോ എക്യുപ്മെന്റ്സ് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യം എൻഷുർ ചെയ്യേണ്ടത് ആവശ്യമാണ്. അതിപ്പോൾ പേരൻസും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കുട്ടി എവിടെ പോകുന്നു, എവിടെ കളിക്കുന്നു, അത് കളിക്കുന്ന നല്ല എൻവയോൺമെന്റിലാണോ, ഇപ്പോൾ അത്രയ്ക്ക് മോശം എൻവയോൺമെന്റിലാണ് നമ്മൾ അവിടെ വിടാനേ ഉദ്ദേശിക്കില്ല, അല്ലേ? സ്കൂളിന്റെ ആംബിയൻസ് ഒക്കെ തീരുമാനിക്കുന്നത് ഒരു പ്ലേ ഏരിയ ഉണ്ടെങ്കിൽ കയറി ചെല്ലി നിർത്തുന്നത് ആ സ്കൂളിന്റെ ആ ഒരു ആംബിയൻസ്, സ്കൂൾ എന്താണ് അല്ലെ, ആ സ്കൂളിന്റെ ക്വാളിറ്റി, നല്ലൊരു പ്ലേ ഏരിയ കയറി ചെല്ലുമ്പോൾ തന്നെ അതിപ്പോ അപ്പാർട്ട്മെന്റ് ആയാലും നല്ലൊരു അപ്പാർട്ട്മെന്റ് ആണ്, അവിടെ കയറുന്ന ഒരു പ്ലേ ഏരിയ ഉണ്ടെങ്കിൽ അതിന്റെ ആ ആംബിയൻസ് മാറി. ഇപ്പൊ വില്ല പ്രോജക്റ്റുകൾക്ക് അല്ലെ, വില്ല റിസോർട്ട് എവിടെയോ എല്ലായിടത്തും ആവശ്യമാണ്. എല്ലായിടത്തും കുട്ടികൾ എവിടെയുണ്ട് അവിടെയൊക്കെ ഇത് ആവശ്യം. കുട്ടികളില്ലാത്ത സ്ഥലം ഏതാണ്? ഒരു മനുഷ്യൻ ജീവിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും കുട്ടികൾ വളരുന്നുണ്ട്. കുട്ടികൾ ആ പോകാതെ ബാറിൽ മാത്രമേ ഉള്ളൂ, ബാറ് എല്ലാ സ്ഥലത്തും കുട്ടികളുണ്ട്, ബാക്കി എല്ലായിടത്തും കുട്ടികളുണ്ട്. അപ്പം നമ്മൾ അപ്പൊ ഞാൻ നേരത്തെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു ബിസിനസ്സുകാരനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യം. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഫാമിലിയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ കുട്ടികളായിരിക്കും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ തീർച്ചയായിട്ടും ഡിസിഷൻ മേക്കേഴ്സായിട്ട് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കുട്ടികളെ തീർച്ചയായിട്ടും എൻഗേജ്ഡ് ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേ സ്പേസ് നിങ്ങളുടെ സ്ഥാപനത്തിൽ, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിനെ നിങ്ങൾക്ക് കൂടുതലായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു വീഡിയോ അത് നിങ്ങൾക്ക് ഒരു ഉദാഹരണം. പിന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ ചെറിയൊരു പ്ലേ സ്പേസ് ഒരുക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അതും വളരെ കുറഞ്ഞ പേയ്മെന്റ്. മാത്രമല്ല വീട്ടിൽ കുട്ടികൾ മൊബൈൽ ഉപയോഗം ഒരു പ്ലേ ഏരിയ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ മൊബൈൽ ഉപയോഗം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അവരുടെ ഫാമിലിയൊക്കെ വരുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ, മറ്റുള്ള വീട്ടിൽ റിലേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഇവർ മൊബൈൽ എടുത്ത് രണ്ട് സൈഡിലായിരിക്കും ഇവരുടെ കമ്മ്യൂണിക്കേഷൻ കൂടും. അപ്പോൾ എപ്പോഴും വീട്ടിലും ഒരു ചെറിയൊരു പ്ലേ സ്പേസ് വളരെ അനിവാര്യമാണ്. അത് കുഞ്ഞതാണെങ്കിൽ കൂടെ, അതും വലിയ ചാർജസ് ഒന്നും വരുന്നില്ല. നമ്മൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു കുട്ടിക്ക് ഒരു ടോയ്സ് വാങ്ങിക്കുക, ചെറിയ ഇപ്പോഴത്തെ പണ്ടത്തെ കൂട്ടൊന്നുമല്ല, ടോയ്സ് മറ്റേ കാറിനൊക്കെ 10,000-20,000 30,000 രൂപ ചെലവാണല്ലേ. അതൊക്കെ ഉണ്ട് ഫിസിക്കലി അവർക്കൊരു. ഇതാകുമ്പോ മറ്റേ ചെറിയ ഇതേപോലുള്ള സാധനങ്ങൾ. ഇതിന്റെ പേരെന്താ ഈ സാധനത്തിന്റെ? ഇത് മൾട്ടിപ്ലേ സ്റ്റേഷൻ. ഇതേ ചെറിയ സാധനങ്ങളൊക്കെ ചെറുതുണ്ട്, സ്ലൈഡർ ഉണ്ട്, ഇൻഡോർ ചെയ്യുമ്പോൾ ചെറിയ സ്ലൈഡർ ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ മേടിച്ച് വീട്ടിലൊക്കെ വെച്ച് 7,000 ഐറ്റംസ് ഒക്കെ ഉണ്ട്. 7,000 ഒക്കെ വരുന്നുള്ളൂ. 5,000 ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്, ചെറിയ സ്മോൾ ഐറ്റംസ്. 5,000 നമുക്ക് സാധനങ്ങൾ അവൈലബിൾ ആണ്. അപ്പോ ഇത് ബിസിനസ്സുകാർക്ക്, നേരത്തെ പറഞ്ഞ ബിസിനസ്സുകാർക്ക് മാത്രമല്ല, ഈ പറഞ്ഞ ചെറിയ നിങ്ങളുടെ വീട്ടിലേക്കും നിങ്ങളുടെ കുട്ടികൾക്കും ഇതിന് ഉപയോഗിക്കാൻ പറ്റും, അല്ലേ? നിങ്ങളുടെ വീട്ടിലേക്കും നമുക്ക് സാധനം സപ്ലൈ ചെയ്യാം. ഒരുപാട് വീടുകളിൽ ഇപ്പൊ ചെയ്യുന്നുണ്ട്. വീടുകളിൽ ഇപ്പൊ എല്ലാ വീടുകളും കുട്ടികളുടെ വീട്ടിലൊക്കെ ചെയ്യുന്നുണ്ട്. ഭായി, നിങ്ങൾ കുട്ടികൾക്ക് അവരുടെ സ്കൂളുകൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ കുറെ കാര്യങ്ങൾ, അതെന്തൊക്കെയാ? സ്കൂളുകൾക്ക് പ്ലേ ഏരിയ മാത്രമല്ല ക്ലാസ് റൂം ഫർണിച്ചറും ചെയ്തു കൊടുക്കുന്നുണ്ട്. ക്വാളിറ്റി കൂടിയിട്ടുള്ള ക്ലാസ് റൂം ഫർണിച്ചർ. അത് വുഡിലാണോ ചെയ്യുന്നത്? വുഡിലുണ്ട്, മെറ്റലുണ്ട്, ഏത് കാറ്റഗറി വേണം. സിംഗിൾ ബെഞ്ചും ഡെസ്കും വേണമെങ്കിൽ അതുണ്ട്, ഡബിൾ വേണമെങ്കിൽ ഡബിൾ ഉണ്ട്, ഏത് കാറ്റഗറി വേണമെങ്കിൽ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഈ ഫർണിച്ചർ അതും വലിയൊരു കാര്യമാണ്. കുട്ടികൾ ഇരുന്ന് പഠിക്കുന്ന സ്ഥലത്ത്
അവരെ ചെറിയ കുഞ്ഞു ബെഞ്ചും ഡെസ്കും ഒക്കെ കാണാൻ നല്ല ക്യൂട്ടാണ്. അത് സെറ്റ് ചെയ്ത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ അതിന് വേറെ രീതിയിലായിരിക്കും നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് അല്ലേ? അതിന്റെ ക്ലാസ് റൂമിന്റെ സൈസ് അനുസരിച്ച് അവർക്ക് അതിനുള്ള ഇനി അതിനകത്ത് പടങ്ങള് ചിത്രങ്ങളൊക്കെ വരച്ച് ഇനി വേറെ ഷേപ്പിലൊക്കെ അവർക്ക് മാറ്റ് വേണമെങ്കിൽ മാറ്റ് വിരിച്ചു കൊടുക്കുക, ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള സർവീസുകൾ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലേ? ഓ അടിപൊളി. ഞാൻ വേറെ നിങ്ങൾ ഇതിപ്പോ എങ്ങനെയാണ് ഇപ്പം നമ്മുടെ ഈ കാണുന്ന കസ്റ്റമേഴ്സ് ഇപ്പം വാങ്ങിക്കണമെന്നില്ല, നിങ്ങളെ വിളിക്കണോ അതോ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഒന്ന് ഫോണിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി അവർക്ക് അതിന്റെ ഫോട്ടോസും വീഡിയോസും നിങ്ങളുടെ ബഡ്ജറ്റും ഇതിനെ നിങ്ങളുടെ ഇവിടെ കൺസൾട്ടിങ്ങും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഓഫീസിൽ നിന്ന്. അപ്പോൾ ടീമുണ്ട്, ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും, ഇന്ത്യയിലെ ഏത് ഹിന്ദി, തമിഴ്, തെലുങ്ക് ഏത് ലാംഗ്വേജിൽ, ഇന്ത്യയിലുള്ള ഏത് ലാംഗ്വേജിലുള്ള ആൾക്കാരുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ എന്തായാലും ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ആ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഇവരെ വിളിക്കാം. ഓൾ ഇന്ത്യയിൽ നിങ്ങൾ എവിടെ ആണെങ്കിലും ഇവരുടെ നമ്മുടെ 22 സർവീസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കുട്ടികൾക്ക് കളിക്കാനുള്ള കളിക്കോപ്പുകളും കളി സാമഗ്രികളും എല്ലാ കാര്യങ്ങളും നല്ല ക്വാളിറ്റിയോട് കൂടി ഒരുക്കി കൊടുക്കുന്ന കമ്പനിയാണ് ടൂട്ടു. ബാംഗ്ലൂരാണ് ഇവരുടെ മെയിൻ ഓഫീസായിട്ട് വരുന്നത്. പക്ഷെ ബാംഗ്ലൂരാണെന്ന് പറഞ്ഞാലും കേരളത്തിൽ കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്. ഇനി ഇത് കൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇവരുടെ സർവീസ് അവൈലബിൾ ആയിരിക്കും. ആ കാര്യത്തിലൊക്കെ ഇവർ ഉറപ്പ് തരുന്നുണ്ട്. അപ്പൊ നമ്പർ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമ്മൾ വേറെ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? ഇല്ല, നിങ്ങളെ കുട്ടികളെ കളിച്ച് രസിച്ച് വളർത്തുക. നമ്മുടെ മക്കളെ നമ്മൾ കളിച്ച് രസിച്ച് അവരെ ഫ്രീഡം ആയിട്ട് അങ്ങോട്ട് വിടുക. ഫുൾ ഫ്രീഡം കൊടുത്ത് അങ്ങോട്ട് വളർത്തുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും. പേരൻസ് ആയിട്ടുള്ള ആളുകൾക്കും, ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾക്കും, അധ്യാപകരായിട്ടുള്ള ആളുകൾക്കും, ഇനി രാഷ്ട്രീയക്കാർക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത് വെച്ചാൽ, നിങ്ങളുടെ നാട്ടില് നിങ്ങളുടെ പഞ്ചായത്തിലോ നിങ്ങളുടെ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു ഓപ്പൺ പാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പഞ്ചായത്തുകളിൽ ഇപ്പോൾ ഔട്ട്ഡോർ ജിം എക്യുപ്മെന്റ് ഇപ്പോൾ എല്ലാ പഞ്ചായത്തുകളും ചെയ്യുന്നുണ്ട്. അത് ഔട്ട്ഡോർ ജിം എക്യുപ്മെന്റ് ചെയ്യുന്നുണ്ട്. പറയാൻ പറ്റുമോ? അതും നമ്മൾ ചെയ്യുന്നുണ്ട്. ഔട്ട്ഡോർ ജിം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ അവർക്കും ഇത് ഉപകാരപ്പെടും. തീർച്ചയായിട്ടും നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങൾ ഇങ്ങനൊരു സ്കീം ഇടുകയാണ്, ഒരു ഔട്ട്ഡോർ ജിം സെറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഔട്ട്ഡോർ ജിം അല്ല, നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങളുടെ നല്ലൊരു പുഴയോരത്ത് നിങ്ങൾ നല്ലൊരു പാർക്ക് സെറ്റ് ചെയ്യാണ്, അവിടത്തേക്ക് വേണ്ടിയിട്ട് പ്ലേ എക്യുപ്മെന്റ്സ് വേണം, ക്വാളിറ്റി ഉള്ള പ്ലേ എക്യുപ്മെന്റ്സ് വേണം, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു പ്ലേ എക്യുപ്മെന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടൂട്ടുനെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. അവർ നിങ്ങൾക്ക് ചെയ്തുതരും. ഇനി അതല്ല, നിങ്ങളൊരു ബിൽഡർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പുതിയ വില്ല പ്രോജക്റ്റിലേക്കോ നിങ്ങളുടെ ഫ്ലാറ്റിന്റെ പ്രോജക്റ്റിലേക്കൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ സ്പേസോ അല്ലെ ഔട്ട്ഡോർ ജിമ്മോ ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ഇവരെ സമീപിക്കാവുന്നതാണ്. ഇനി അതല്ല, മറിച്ച് നല്ലൊരു റിസോർട്ട് ഓണറാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിസോർട്ടിലേക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരണ്ടേ? കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് അവർ എൻഗേജ്ഡ് ആയിട്ട് ഞാനിപ്പോൾ ഏറ്റവും വലിയൊരു ഫേസ് ചെയ്യുന്നൊരു വലിയ പ്രശ്നമാണ്, ഞാൻ എൻ്റെ കുട്ടിയെ കൊണ്ട് ഏതെങ്കിലും റിസോർട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് വൈകി നമ്മൾ എവിടേക്കാണ് പോകേണ്ടത്? അപ്പോൾ നമ്മൾ ആദ്യം നമ്മളുടെ കുട്ടിയെ എൻഗേജ് ചെയ്യിക്കാൻ പറ്റുന്ന റിസോർട്ടാണോ? നമ്മൾ ഇവിടെ എനിക്കിഷ്ടം തണുപ്പുള്ള പ്രദേശങ്ങളിൽ പോകാനാണ്, വൈഫിന് തണുപ്പുള്ള പ്രദേശങ്ങളിൽ പോകാൻ ഇഷ്ടമല്ല, വൈഫിന് ബീച്ചുള്ള പ്രദേശങ്ങളിൽ പോകാനാണ് ഇഷ്ടം. പക്ഷെ ഇവിടെ രണ്ടിടത്തും അല്ല എൻ്റെ മകൾക്ക് പോകാൻ ഇഷ്ടം, അവൾക്ക് ഇങ്ങനെ കളിക്കാൻ സ്പേസ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞങ്ങൾ നോക്കുന്നത് കുട്ടിക്ക് എവിടെ കളിക്കാൻ പറ്റുന്നോ ആ പ്രദേശം. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞങ്ങൾ അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്യാണ്. കാരണം അവളുടെ ഇഷ്ടം എന്താണോ അതിനാണ് നമ്മൾ പ്രയോറിറ്റി. ഡിസിഷൻ മേക്കർ. അതെ, അവരാണ് അവരാ തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിസോർട്ട് ആണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്പേസ് ഒരുക്കി കൊടുക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ അതിനെല്ലാം നിങ്ങൾക്ക് ടൂട്ടുനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടൂട്ടുവിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒട്ടും താമസിക്കേണ്ട, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്പർ എടുക്കാം, അവരെ വിളിക്കുക, അവരോട് സംസാരിക്കാൻ നിങ്ങൾ ഡീൽ ഉറപ്പായിക്കോളാം. അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെൽബട്ടൺ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കണം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.